ഗുഡ് ഈവനിങ് മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതുപോലെ ബുധനാഴ്ചകളിൽ നമ്മളിപ്പം ബുക്ക് റിവ്യൂ ആണ് ചെയ്യുന്നത്. 76ാമത്തെ ബുക്ക് റിവ്യൂ ആണ്. ഈ ബുക്കിനെ സംബന്ധിച്ചോളം പറയുമ്പം വളരെ പുതിയൊരു ബുക്കാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത് വായിക്കാൻ തീർച്ചയായിട്ടും നമുക്കൊരു താല്പര്യമുണ്ടാകും എന്ന് തന്നെ മനസ്സിൽ കരുതിക്കൊണ്ട് ഇന്നത്തെ മദർ മേരി കംസ് ടു മീ അരുന്ധതി റോയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ്. ആ പുസ്തകം വായിച്ച സ്നേഹിത മാം അത് നമുക്ക് വേണ്ടി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ ഒന്ന് പറഞ്ഞു തരികയാണ്. സോ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം സ്നേഹിത മാമിനെയും. സ്നേഹിത മാം, യു ആർ വെൽക്കം. ഇങ്ങനെ ഒരു ബുക്ക് റിവ്യൂ നടത്താൻ ഈ അവസരം തന്നതിന് ആദ്യമായി സാബു സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ ഇത് കേൾക്കാൻ വന്നിരിക്കുന്ന അതിപ്രഗത്ഭരായ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സാബു സാറിനും എൻ്റെ വിനീതമായ നമസ്കാരം. മദർ മേരി കംസ് ടു മീ 2 ആഴ്ച മുമ്പാണ് പ്രകാശനം ചെയ്യപ്പെട്ടത്. അരുന്ധതി റോയിയെ കുറിച്ചും അമ്മ മേരി റോയിയെ കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ്. ബുക്കർ പ്രൈസ് നേടിയ ആളാണ് അരുന്ധതി റോയി. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിന്. പിന്നെ മേരി റോയി ആണെങ്കിൽ സ്ത്രീകൾക്കും സ്വത്തിൽ തുല്യ അവകാശം കിട്ടുന്നതിന് നിയമപരമായി ആ അവകാശം നേടിയെടുത്ത പ്രഗത്ഭയായ അമ്മയാണ്. ആ പുസ്തകത്തിലൂടെ ഒന്ന് കടന്നു പോകാൻ ചെറിയ കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായ ചെറിയ കാര്യങ്ങളൊക്കെ പറയാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ എത്രയോ അധ്യായങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 352 അധ്യായങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ അധ്യായവും പൂർണ്ണതയുള്ളതാണ്. ഒത്തിരിയൊന്നുമില്ല, ഒരു 3-4 പേജ് വീതം ഉള്ളതാണ്. അതൊക്കെ ഒന്ന് വായിച്ചാൽ തന്നെ അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വരും. ഇത് നോൺ ഫിക്ഷനിലായിരിക്കും പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഫാക്ട് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്നാണ് തോന്നുന്നത്. അത്രയ്ക്ക് ഒരുപാട് അനുഭവങ്ങൾ, നമ്മളെ തന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് അനുഭവങ്ങൾ ഇതിൽ വായിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അരുന്ധതി റോയ് അമ്മയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അതിന്റെ ബാക്ക് പേജിൽ എഴുതിയിരിക്കുന്നതാണ്. ഇൻ ദീസ് പേജസ് മൈ മദർ, മൈ ഗാങ്സ്റ്റർ ഷാൽ ലിവ്. ഷി വാസ് മൈ ഷെൽട്ടർ ആൻഡ് മൈ സ്റ്റോം. അപ്പൊ അമ്മ ഷെൽട്ടറുമായിരുന്നു, സ്റ്റോമും ആയിരുന്നു. അങ്ങനെയുള്ള അമ്മയാണ് മേരി റോയ്. 18 വയസ്സിൽ ഡൽഹിയിലെ ആർക്കിടെക്ചർ പഠിക്കാൻ പോയപ്പോൾ അരുന്ധതി റോയ് ബാഗിൽ ഒരു കത്തി കരുതിയിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പല പല അനുഭവങ്ങളാണ് ഓരോ അധ്യായത്തിലും കൂടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ വീട് വിട്ടുപോയി അമ്മയിൽ നിന്ന് അകന്നു നിന്നത് അമ്മയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല, സ്നേഹം നഷ്ടപ്പെടാതിരിക്കാനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവരുടെ ജീവിതാനുഭവങ്ങൾ ഓരോ ചാപ്റ്ററിലും ഉണ്ട്. അതിൽ ആദ്യത്തെ ചാപ്റ്ററിലുള്ളതാണ് ഞാൻ പറയുന്നത്. അത് ഇന്ത്യ ചൈന യുദ്ധം നടക്കുന്ന സമയത്ത് അരുന്ധതി റോയ്ക്ക് 3 വയസ്സ്, അമ്മയ്ക്ക് 30 വയസ്സ്. അപ്പോൾ ഇവര് ആ ബോർഡറിലുള്ള ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ കുടുംബങ്ങളുള്ള ഒരു കുടുംബം അവിടെ നിന്ന് പോകണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനിൽ നിന്ന് അന്നാണ് വിട്ടുപോകുന്നത്, 3 വയസ്സുള്ള. പക്ഷെ ആ ഓർഡർ കൊണ്ട് മാത്രം പോയതല്ല. അച്ഛൻ മറ്റാരെയും പോലെ ഒരു മദ്യപാനിയായിരുന്നു. അതുകൊണ്ട് അമ്മ അച്ഛനെ അങ്ങ് വിട്ടുപോകുമായിരുന്നു. അങ്ങനെ പോയി ഊട്ടിയിലാണ് പോയത്. ഊട്ടിയിലെ ഗ്രാൻഡ് ഫാദറിന്റെ ഒരു വീടുണ്ടായിരുന്നു. അവിടെ പോയി താമസിക്കാമെന്ന് വെച്ച് അവിടെ പോയി. പക്ഷെ അങ്ങനെ പോകുമ്പോൾ മേരി റോയ്ക്ക് സ്വന്തമായി ഉള്ളത് എഡ്യൂക്കേഷനിലുള്ള ഒരു ബിരുദം മാത്രമാണ്. പിന്നെ അതിൻ്റെ കൂടെ വിട്ടുമാറാത്ത ആസ്മയും. അവിടെ ചെന്ന് ആ വീട്ടില് താമസം തുടങ്ങിയപ്പോൾ നാട്ടിൽ നിന്ന് അമ്മയും സഹോദരനും എത്തി. ഇവരെ സഹായിക്കാനൊന്നുമല്ല ചെന്നത്, ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം, പെൺമക്കൾക്ക് ഗ്രാൻഡ് ഫാദറിന്റെ സ്വത്തിലൊന്നും ഒരു അവകാശവും ഇല്ല, അവിടെ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് അമ്മയും സഹോദരനും എത്തി. പക്ഷെ മേരി റോയ് ഇപ്പോഴും തളർന്നില്ല. അവിടുത്തെ നിയമം, തമിഴ്നാട്ടിലെ നിയമം കേരളത്തിലെ നിയമം അല്ല എന്ന് വാദിച്ച് അമ്മയും സഹോദരനെയും തിരിച്ച് നാട്ടിലേക്ക് വിട്ടു. അവർ ഊട്ടിയിൽ തന്നെ താമസിച്ചു. അവിടുത്തെ സ്കൂളില് മക്കള് പഠിക്കാൻ തുടങ്ങി. മേരി റോയ് ഒരു ചെറിയ സ്കൂളില് ആണ്.
അല്ലാതെ അവിടുത്തെ ആ കൂടിയ സ്കൂളിലൊന്നും അല്ല, ചെറിയ സ്കൂളിൽ മേരി റോയി അവിടെ പഠിപ്പിച്ചു തുടങ്ങി. ആ ചെറിയ വരുമാനം കൊണ്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഊട്ടിയിൽ താമസിച്ചത്. അപ്പൊ അവിടെ ഒരു പാചകക്കാരിയും വെച്ചു, കുരിശമ്മാൾ. അപ്പൊ എല്ലാവരും അമ്മയെ ഓർക്കുന്നത് അമ്മ വെച്ച് തന്ന കറി, അമ്മ വെച്ച ചോറ്, പായസം, അങ്ങനെ ഓരോന്നിൽ കൂടാണ്. പക്ഷെ അരുന്ധതി റോയ് ഓർക്കുന്നത് ഈ കുരിശമ്മാളിന്റെ പാചകമാണ്. അവര് വെച്ച് തരുന്ന ചോറും ഒരു പച്ചമുളക് ഇട്ട ആ ചോറിന്റെ രുചി ഇപ്പോഴും അരുന്ധതി റോയ് ഓർക്കുന്നുണ്ട്. പിന്നെ അമ്മയെ ഓർക്കുന്നത് അമ്മ തന്ന വിദ്യാഭ്യാസത്തിലൂടെയാണ്. അമ്മയാണ് എഴുതാനുള്ള കഴിവ് നേടിത്തന്നത് എന്നാണ് അരുന്ധതി റോയ് പറഞ്ഞിരിക്കുന്നത്. ഊട്ടിയിലെ തണുപ്പ് മേരി റോയിയുടെ ആസ്മയ്ക്ക് താങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് അയ്മനത്തേക്ക് മടങ്ങയല്ലാതെ മറ്റു മാർഗമില്ലാതെ വന്നു. അപ്പോഴേക്കും സഹോദരനും അമ്മയുമായിട്ടുള്ള ചെറിയ വഴക്കൊക്കെ ഒന്ന് കുറഞ്ഞിരുന്നു. അപ്പോഴേക്ക് ജി ഐസക് എന്നാണ് സഹോദരന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ കുറെ അധ്യായങ്ങളുണ്ട്. ആദ്യത്തേത് ദ ഗാങ്സ്റ്റർ, ദ ഫ്യൂജിറ്റീവ്സ്, ഐ ലവ് യു ഡബിൾ, അങ്ങനെ ഓരോ അധ്യായത്തിനും ഓരോ പേരും ഉണ്ട്. നമുക്ക് ഒരധ്യായം വായിക്കാനായി സമയമുണ്ടെങ്കിൽ അത് വായിച്ചാൽ തന്നെ നല്ല ഒരു പൂർണ്ണത കിട്ടും. കോട്ടയത്ത് അയ്മനത്തെ വീട്ടിലേക്ക് വന്നു. പക്ഷെ അവര് അവിടെ ഒരു വേണ്ടാത്ത അതിഥികളായിട്ടാണ്, വീട്ടിലുള്ള ആ ജോലിക്കാരി പോലും ഇവരോട് അവഗണനയോടാണ് പെരുമാറിയത്. സുറിയാനി ക്രിസ്ത്യാനി കുടുംബമൊക്കെയാണ്, പക്ഷെ എല്ലാ ബന്ധുക്കളും ഇവരെ അവജ്ഞയോടെയാണ് നോക്കിയത്. കാരണം അച്ഛനെ വിട്ടു പോന്നതല്ലേ, അതുകൊണ്ട് എല്ലാവർക്കും അവരോട് അവജ്ഞയായിരുന്നു. അങ്ങനെയൊക്കെ ആണെങ്കിലും മേരി റോയ് അവിടെ ഒരു സ്കൂള് തുടങ്ങാൻ തീരുമാനിച്ചു കോട്ടയത്ത്. അപ്പൊ അതിന് കെട്ടിടമൊന്നുമില്ല. അപ്പൊ റോട്ടറി ക്ലബിന്റെ താഴത്തെ നിലയിലാണ് ആ സ്കൂള് തുടങ്ങിയത്. അതിന് സഹായിച്ചത് സഹോദരനാണ്. അപ്പൊ സഹോദരനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അവര് തമ്മില് വഴക്കൊക്കെ ഇടുമെങ്കിലും സഹോദരന്റെ ശ്രമഫലമായിട്ടാണ് ആ റോട്ടറി ക്ലബിൽ സ്കൂള് തുടങ്ങാൻ സാധിച്ചത്. ഇറ്റ് വാസ് ടിപ്പിക്കൽ ഓഫ് ദെയർ ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പ്, ഹെൽപ്പ് ആൻഡ് ഹാം ഇൻ ഈക്വൽ മെഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സഹോദരൻ അവിടെ ഊട്ടിയിൽ ചെന്ന് അവിടെ നിറക്കാനൊക്കെ ചെന്നെങ്കിലും ഇപ്പൊ ഒരു ക്രൈസിസിലായപ്പോ ആ സ്കൂള് തുടങ്ങാനുള്ള സ്ഥലമൊക്കെ കണ്ടെത്തി കൊടുത്തത് സഹോദരനാണ്. അപ്പൊ അവിടെ മിസ്സിസ് മാത്യൂസ് എന്ന് പറഞ്ഞ ഒരു ടീച്ചറും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ അംഗീകാരത്തിലാണ് അവിടെ കുട്ടികൾ വന്നത്. അല്ലാതെ ഭർത്താവിനെയും കളഞ്ഞേച്ചും കോട്ടയത്തോട്ട് വന്ന ഒരു ടീച്ചറിന്റെ അടുത്ത് പഠിക്കാൻ കുട്ടികളാരും വരത്തില്ല. പക്ഷെ മിസ്സിസ് മാത്യൂസിന് നല്ല അംഗീകാരമുള്ള ടീച്ചറായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് കുട്ടികളെ കിട്ടി, ക്ലാസ്സുകൾ നല്ലതായിട്ട് നടന്നു. അപ്പോ അവിടെ ഭരതനാട്യം പഠിപ്പിക്കാനായിട്ട് ഭവാനി ചെല്ലപ്പൻ, നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ ഭവാനി ചെല്ലപ്പൻ, അവര് അവരെ ക്ഷണിച്ചു. പക്ഷെ അത് മിസ്സിസ് മാത്യൂസിന് ഇഷ്ടപ്പെട്ടില്ല. അതെല്ലാം അൺക്രിസ്ത്യനാണ്, ഹീതനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ മിസ്സിസ് മാത്യൂസ് അവിടെ നിന്ന് പിരിഞ്ഞു. പിന്നെ മേരി റോയ് തനിച്ചാണ് സ്കൂൾ നടത്തിയത്. പക്ഷെ സ്കൂളിന് പേരൻസിനെല്ലാം നല്ല തൃപ്തിയായിരുന്നത് കൊണ്ട് കുട്ടികളെ ആരും അവിടുന്ന് പിൻവലിച്ചില്ല. കുട്ടികൾ അവിടെ കൂടുകയാണ് ചെയ്തത്. അപ്പൊ അതൊരു റെസിഡൻഷ്യൽ സ്കൂളാക്കി. എന്നിട്ട് അവിടുത്തെ കുരിശമ്മാളുണ്ടല്ലോ ഊട്ടിയിൽ വെച്ച് പാചകം ചെയ്തെന്ന്, അവരെയും കൂടെ അവിടെ വരുത്തി. അങ്ങനെ സ്കൂള് നല്ല നിലയിൽ നടക്കുകയാണ്. സ്ഥലം തീരെ കുറവ്. ഈ റോട്ടറി ക്ലബിന്റെ താഴത്തെ നിലയിലാണ്. ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആസ്മയുടെ ശല്യം വീണ്ടും. അപ്പം അമ്മയുടെ കഷ്ടപ്പാട് കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അരുന്ധതി റോയ് നിൽക്കാറുണ്ട്. അപ്പോ ഞാനില്ലാതായ നീ എന്ത് ചെയ്യുമെന്നൊക്കെ അമ്മ ചോദിക്കാറുണ്ട്. പിന്നെ അമ്മ ഇങ്ങനെ ശ്വാസം വലിക്കുന്ന കാണുമ്പോൾ ഐ വിൽ ബ്രീത്ത് ഫോർ യു എന്ന് അരുന്ധതി റോയ് പറഞ്ഞത് ഇപ്പോഴും അരുന്ധതി റോയ്ക്ക് ഓർമ്മയുണ്ട്. അവിടെ പഠിക്കുന്ന കുട്ടികളെ പോലെ തന്നെ അരുന്ധതി റോയും സഹോദരനും ആ സ്കൂളിൽ പഠിച്ചു. സ്കൂളില് വളരെ മോറൽ ഡിസിപ്ലിൻ ഉള്ള സ്കൂളായിരുന്നു. അതുകൊണ്ടാണ് പേരൻസ് അവിടേക്ക് വിട്ടത്. ദ മോമെന്റ് ചിൽഡ്രൻ എന്റേർഡ് ദ സ്കൂൾ ഷീ ബിക്കെയിം ദെയർ മദർ ടു.
അങ്ങനെയായിരുന്നു മേരി റോയ്. ആ ടീച്ചർ മാത്രമല്ല, അവരുടെ റെസിഡൻഷ്യൽ സ്കൂളും ആണല്ലോ. അതുകൊണ്ട് അവരുടെ അമ്മ കൂടിയായിട്ടാണ് മേരി റോയ് പെരുമാറിയത്. ഹോംസിക്കാവുന്ന കുട്ടികളെ തൻ്റെ ഒപ്പം കിടത്തി ഉറക്കുകൂടി ചെയ്യുമായിരുന്നു. എന്നിട്ട് ഈ കുട്ടികളെല്ലാം she turned them into considerate, respectful men, the kind of town had rarely seen. She raised generations of sweet men and sent them out into the world എന്നാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് she bequeathed her unwavering attention and her stern love, and they shone back at her. അപ്പൊ ആൺകുട്ടികളെ കാര്യപ്രാപ്തിയുള്ളവരാക്കി, അവരെ സ്വന്തം കാര്യമൊക്കെ ചെയ്യാനും ഡിസിപ്ലിനും ഒക്കെ ഉള്ളവരാക്കി. പെൺകുട്ടികൾക്ക് വേണ്ട ശ്രദ്ധയും നല്ല രീതിയിൽ കൊടുത്തു, ലവും കൊടുത്തു. അങ്ങനെ അവിടുത്തെ കുട്ടികൾ വളരെ നല്ലതായി വന്നു. പിന്നെ ഈ സ്വന്തം മക്കളെ നല്ല അടിയും കൊടുക്കും, വഴക്കും പറയും, അതെല്ലാം ചെയ്യുമായിരുന്നു. മക്കൾ അതെല്ലാം നിശബ്ദം സഹിക്കും. പിന്നീട് ഇവരെ വേറെ സ്കൂളിലേക്ക് മാറ്റി, ഉയർന്ന ക്ലാസ്സിലായപ്പോൾ. അപ്പോഴും മാർക്ക് പറയുന്നതിന് സഹോദരനെ ഒരുപാട് അടിക്കുന്നതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അമ്മ ഒരു നല്ല ടീച്ചറാണ്, പക്ഷെ പേരന്റ് എന്ന നിലയിൽ ഇവരെ കഠിനമായിട്ട് ശിക്ഷിക്കുമായിരുന്നു. എ ടീച്ചർ വാസ് വാട്ട് ഷീ ഹാഡ് ഓൾവേസ് വാണ്ടഡ് ടു ബി, വാട്ട് ഷീ വാസ് ക്വാളിഫൈഡ് ടു ബി എന്നാണ് പറയുന്നത്. ആ അർത്ഥത്തില്, ടീച്ചർ എന്നുള്ള അർത്ഥത്തില് എല്ലാ പെർഫെക്റ്റ് ആണ് അമ്മ. പിന്നെ അവിടെ ഉള്ളപ്പോഴുള്ള ഫ്രണ്ടിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് നമ്മുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സില് ഒരാളിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അയാളുമായിട്ട് ചൂണ്ടയിട്ട് നടന്നതും മീൻ പിടിച്ചതും മീൻ വറുത്തിടുന്നതും ഒക്കെ. അതുമൊക്കെ അതുപോലെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് ഇതിലും പറയുന്നുണ്ട്. പിന്നെ ഈ ഒരുപാട് പെൺകുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പീഡോഫീലിയ ബാധിച്ചവരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഹൈഡ് ഇൻ ദ ക്രൗഡ്, എപ്പോഴും ക്രൗഡിലായിരിക്കണം, അല്ലാതെ ഒറ്റപ്പെട്ട് എവിടെയും നിൽക്കരുത്. മേക്ക് ഷുവർ നെവർ ടു ബി അലോൺ, ബി അലേർട്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മക്കളോട് ദേഷ്യം വരുമ്പോൾ അമ്മ സ്പീക്കിംഗ് ആസ് യുവർ ബാങ്കർ എന്നും പറഞ്ഞൊക്കെ പറയുന്നത് അരുന്ധതി റോയ്ക്ക് അസഹ്യമായിരുന്നു. മക്കൾ പണത്തിന്റെ വില മനസ്സിലാക്കാനായിരിക്കും അങ്ങനെയൊക്കെ പറയുന്നത്, എന്നാലും അത് വളരെ ഹർട്ട് ചെയ്യുമായിരുന്നു. പിന്നെ കുടുംബത്തിലുള്ളവരുടെ ക്രൂരമായ അവഹേളനത്തെ കുറിച്ചും പല ചാപ്റ്ററിലും പ്രതിപാദിക്കുന്നുണ്ട്. പിന്നെ ആദ്യമായി ടെലിഫോൺ വന്നപ്പോഴുള്ള കാര്യം, അമ്മ ടെലിഫോണിൽ സംസാരിക്കുന്നത് കണ്ട് ഇവരെല്ലാം വിസ്മയത്തോടെ നിന്നു. അപ്പോ അരുന്ധതി റോയ് ഇത് എന്താന്ന് മനസ്സിലാക്കാതെ അതിലെ ഒരു ബട്ടൺ ചെന്ന് അമർത്തി. അപ്പൊ അമ്മ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. അപ്പോഴും അരുന്ധതി റോയ് അവിടുന്ന് ഓടി ഒളിച്ചു. വൺസ് അഗെയിൻ ഐ സോൾഡ് ലൈക്ക് വാട്ടർ ഡൗൺ എ സിങ്ക് ആൻഡ് ഡിസപ്പിയേർഡ്. അന്നത്തെ ആ ഇൻസൾട്ട് അരുന്ധതി റോയ്ക്ക് മറക്കാനേ പറ്റുന്നില്ലായിരുന്നു. എത്ര ശ്രമിച്ചിട്ടും മറക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അന്നുണ്ടായത്. പിന്നെ അന്നത്തെ കാലത്തുണ്ടായിരുന്ന നക്സലൈറ്റ് ആക്രമണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവിടെ പഠിക്കുന്നവരെല്ലാം ലാൻഡ് ലോഡ്സിന്റെ മക്കളാണ്. അതുകൊണ്ട് ഇവരെല്ലാം പേടിച്ചാണ് ഇരുന്നത്. നക്സലൈറ്റുകൾ ആക്രമിക്കുമോ, കുട്ടികളെ അവിടെ വന്ന് ആക്രമിക്കുമോ എന്നൊക്കെ പേടിച്ചിരുന്നു. പക്ഷെ ആ മൂവ്മെന്റ് വേഗം അടിച്ചമർത്തപ്പെട്ടു. അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ റോട്ടറി ക്ലബിലെ മുറിയില് കുട്ടികൾക്ക് കളിക്കാനും ഒന്നും സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് ഇത്തിരി സ്ഥലം ഉള്ളിടത്ത് സ്കൂള് തുടങ്ങാൻ തീരുമാനിച്ചു. അതിനും മാർഗമില്ല, പൈസ ഇല്ല. അപ്പോ മേരി റോയുടെ തീരുമാനം പേരൻസിനോട് പറയാം, അവര് പൈസ ഒന്ന് സഹായിക്കണം, കുട്ടികൾ പഠിച്ച് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തിരിച്ചു കൊടുക്കാം എന്നുള്ള വ്യവസ്ഥയിലാണ് നമ്മളിപ്പോ കാണുന്ന ആ സ്കൂളിന്റെ സ്ഥലം വാങ്ങിച്ചത്. അത് പ്രേതപിശാചുക്കളെല്ലാം ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞ് അത് വളരെ വില കുറച്ച് കിട്ടി. എന്നിട്ട് പിന്നെ കെട്ടിടം പണിയണ്ടേ, അതിനും പൈസ ഇല്ല. അപ്പൊ അന്നാണ് ലാറി ബേക്കറുടെ കൺസ്ട്രക്ഷൻ എല്ലാം വരുന്ന കാലം. ആ സമയത്ത് ലാറി ബേക്കറെ ചെന്ന് കാണാൻ പോയി, തിരുവനന്തപുരത്ത് പോയി.
കണ്ടു. അവിടെ വെച്ച് ലാറി ബേക്കർ ഇവരെ അവിടെ ലാറി ബേക്കറെ അരുന്ധതി റോയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിയുടെ ഒരു അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ അതൊരു വിദ്യാർത്ഥിയാണ്, ഇന്റേൺഷിപ്പ് ചെയ്യാൻ ചെന്നൊരു വിദ്യാർത്ഥിയാണ്. ആ പുള്ളിയുടെ കൂടെ ഇവരെ കെട്ടിടങ്ങളൊക്കെ കാണാൻ വിട്ടു. ഏത് കെട്ടിടം വേണം, ഏത് രീതിയിലെ കെട്ടിടം വേണം എന്നൊക്കെ സെലക്ട് ചെയ്യാം. അപ്പൊ ആ ആളിനെ ആ ഇന്റേൺഷിപ്പ് ചെയ്യാമെന്ന ആളിനെ അരുന്ധതി റോയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ പുള്ളിയെ കുറിച്ച് പറയുന്നത് ജീസസിനെ പോലെയുള്ള ഒരാളെന്നൊക്കെയാണ്. അത് കഴിഞ്ഞ് ആളിനെ കുറിച്ച് പറയുന്നത് ഹി ഹാഡ് ലോങ് ലാങ് ജീസസ് ഹെയർ, ജീസസ് ബിയേർഡ് ആൻഡ് ലീൻ ഫാറ്റ് ഈസി വാക്ക് ഇൻ ജീസസ് ബോഡി എന്നാണ് അയാളെ കുറിച്ച് പറയുന്നത്. ആർക്കിടെക്ചറിന് പഠിക്കാൻ ഡൽഹിയിൽ പോയപ്പോൾ അവിടെ വെച്ച് ആ വ്യക്തിയെ വീണ്ടും കണ്ടുമുട്ടുകയും അവർ തമ്മിൽ അടുക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് ആത്മനൊമ്പരങ്ങൾ നമുക്ക് പല അധ്യായത്തിലും കാണാം. ഇതിനെല്ലാം മോറൽ കറേജ് കൊണ്ട് നേരിട്ടു. നേരിടുമ്പോൾ തന്നെ വീണ്ടും ഒരുപാട് ദുരനുഭവങ്ങൾ, വിചാരിച്ചിരിക്കാത്ത ഒരുപാട് അടികൾ വരും. അതിനെയൊക്കെ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുകയും നേരിടുകയും ചെയ്യുന്നത് നമുക്ക് കാണാം. ഇത് ഒന്ന് വായിക്കുമ്പോൾ അടുത്തത് വായിക്കണമെന്ന് തോന്നും. അതുപോലെയാണ് എഴുത്ത്. ഇപ്പൊ സാറ് പറഞ്ഞത് ഇങ്ങനെ ബുക്ക് റിവ്യൂ ആയതുകൊണ്ട് ഒരുപാട് കഥയൊന്നും പറയേണ്ടെന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത്രയേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കി അടുത്ത ആഴ്ച സമയം തരുകയാണെങ്കിൽ ബാക്കിയും കൂടെ പറയാം. പിന്നെ ഈ എഴുത്തുകാരിയാകാനുള്ള ആള് ആർക്കിടെക്ചർ പഠിക്കാൻ പോയത് എന്തിനാന്ന് ചോദിച്ചാൽ പൈസ കിട്ടും, വേഗം പൈസ ഉണ്ടാക്കാം. പിന്നെ ലാറി ബക്കറുടെ ആ കൺസ്ട്രക്ഷനും എല്ലാം ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ്. അപ്പൊ നമ്മുടെ കുട്ടികള് എന്താകണമെന്ന് നമ്മള് ഓരോന്നും വിചാരിക്കും, പക്ഷെ അതെന്തായി തീരുന്നു. ഇപ്പൊ ഇത്രയും വലിയ ആള്, ഇത്രയും വലിയ എഴുത്തുകാരിയായ ആള് ആർക്കിടെക്ചർ പഠിക്കാൻ പോയി, പിന്നെ ഏതോ ചിത്രത്തിൽ അഭിനയിക്കാൻ പോയി. അതെല്ലാം നമുക്ക് വരുന്ന അധ്യായങ്ങളിൽ വായിക്കാം. അവിടെയൊക്കെ ഉണ്ടായ ഒരുപാട് ദുരനുഭവങ്ങള് ഓരോ അധ്യായത്തിലും ഉണ്ട്. അങ്ങനെ ഈ സ്കൂള് മേരി റോയ് ഇത്രയും നല്ല രീതിയിൽ നല്ല കുട്ടികളെ, എൻ്റെ കൊച്ചുമക്കളും അവിടെയാ പഠിക്കുന്നത്, അങ്ങനെ ഒരു സ്കൂളും ഉണ്ടാക്കിയ ആളാണ് മേരി റോയ്. ആ മേരി റോയ് ഒരു നല്ല അധ്യാപികയായിരുന്നു. അമ്മ എന്നുള്ള നിലയിലല്ല, കൂടുതലും പ്രശംസിക്കുന്നത് ഏറ്റവും നല്ല അധ്യാപിക എന്നുള്ളതിൽ ആ ടോംബിലും അതാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ടോംബിൽ എഴുതി വച്ചിരിക്കുന്നത് ഡ്രീമർ വാറിയർ ടീച്ചർ 07/11/1933 to 1/9/2002 ഫൗണ്ടർ ഓഫ് പള്ളിക്കൂടം. ഇതാണ് ടോംബിൽ എഴുതി വച്ചിരിക്കുന്നത്. താങ്ക് യു സർ. ഓക്കെ മാം, തീർച്ചയായിട്ടും വളരെയധികം സ്മരണകൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്ത് എഴുതി ചേർത്തിട്ടുണ്ട്. നമുക്ക് അവൻ്റെ ഈ അവതരണത്തിലൂടെ തന്നെ മനസ്സിലായി. ഒത്തിരി ആഴത്തിൽ ജീവിതത്തെ സ്പർശിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അകത്ത് പറഞ്ഞ 1-2 പോയിന്റുകൾ. ഇതെല്ലാം ജീവിത പാഠമാണ്. സ്വല്പം അകന്ന് ജീവിക്കുമ്പോൾ സ്നേഹം കൂടുന്നതായി തോന്നുന്ന ഒരു അവസ്ഥ. നമ്മുടെ ലൈഫിലും ഇതൊക്കെ വളരെ പ്രായോഗികമാണ് അല്ലേ? എപ്പോഴും ചേർന്ന് നമ്മൾ ഓവർ കെയറിങ് എന്നൊക്കെ പറയും. സ്വല്പം അകന്ന് നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്നേഹത്തിൻ്റെ ഒരു സാധ്യത കൂടും. അതുപോലെ എത്ര വഴക്കാണെങ്കിലും ആ രക്തബന്ധത്തിന് അടുക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടെന്നും ഈ ബുക്കിൻ്റെ ചില ഭാഗങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഒരു ടീച്ചർ ഒരു അമ്മയാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം അത് കൃത്യമായിട്ട് പള്ളിക്കൂടം എന്ന് പറഞ്ഞാൽ സ്കൂളിലെ മേരി റോയ് എന്ന് പറഞ്ഞൊരു ടീച്ചറിലൂടെ അവിടുത്തെ കുട്ടികൾ അനുഭവിച്ചു, അല്ലെങ്കിൽ ആ പേരൻസൊക്കെ അനുഭവിച്ചു എന്ന് നമുക്ക് കുട്ടിക്കാലുണ്ടാകുന്ന ചെറിയ അനുഭവങ്ങൾ പോലും എത്ര ആഴത്തിൽ നമ്മുടെ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകുമെന്നുള്ള ഒരു ഉദാഹരണം ടെലിഫോണിൻ്റെ ആ എക്സാമ്പിളിലൂടെയൊക്കെ വളരെ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലായി.
കുട്ടിക്കാലത്തുണ്ടാകുന്ന ഇൻസൾട്ടുകൾ, അത് എത്രമാത്രം നമ്മുടെ ആത്മാഭിമാനത്തെ നഷ്ടപ്പെടുത്തുമെന്നൊക്കെ. അതുപോലെ തന്നെ സാമൂഹികമായിട്ടുണ്ടാകുന്ന പേടികൾ, അത് നമ്മളെ പലപ്പോഴും ദുഃഖത്തിലാക്കും അല്ലെങ്കിൽ പ്രശ്നത്തിലാക്കുമെന്ന് നക്സലിസം പോലുള്ള കാര്യങ്ങൾ. പിന്നെ ചിലരുടെ വ്യക്തിത്വം എത്രമാത്രം നമ്മളെ സ്വാധീനിക്കുന്നു എന്നുള്ള ചില ഭാഗങ്ങൾ ഇതിനകത്ത് വളരെ കൃത്യമായി വ്യക്തമായി മനസ്സിലാക്കുന്ന രീതിയിലുള്ള എഴുത്തുകൾ. അപ്പൊ ഈ ബുക്ക് എപ്പോഴും ഒത്തിരി ആഴത്തിൽ അമ്മയും മകളും തമ്മിലുള്ള ബന്ധവും അതുപോലുള്ള സാമൂഹികമായ ബന്ധങ്ങളെക്കുറിച്ചും ഒരമ്മ എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ വളരെ കൃത്യമായിട്ട് ആഴത്തിൽ പറഞ്ഞു തരുന്നുവെന്ന് മാമിൻ്റെ എക്സ്പ്ലനേഷനോട് നമുക്ക് മനസ്സിലായി. തീർച്ചയായും എല്ലാവർക്കും ഈ ബുക്ക് വാങ്ങി വായിക്കാനുള്ള ഒരു വലിയ പ്രേരണ തന്നെയാണ് മാമിലൂടെ കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. ആരാണ് പറയുന്നത്? അമർജ്യോതി മാം സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ രാജ് സാർ പറഞ്ഞു. ഓക്കെ, രാജ് സാർ പറഞ്ഞു. താങ്ക് യു സർ. താങ്ക് യു സർ. ഈ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ഒരു മാസം മുമ്പുള്ളതായ മനോരമ സൺഡേ സപ്ലിമെന്റിൽ കണ്ടു, കുറച്ച് വായിച്ചുള്ളൂ. അന്നേരം തന്നെ തോന്നിയതാണ് ഈ പുസ്തകം വാങ്ങിച്ച് വായിക്കണമെന്ന്. പക്ഷേ ഇതുവരെ സാധിച്ചില്ല. എന്നാലേ ഇത് നമ്മുടെ സ്നേഹലത മാഡത്തിൻ്റെ ഇന്നത്തെ ഈ പ്രസൻറ്റേഷൻ വളരെയധികം പ്രയോജനപ്പെട്ടു. നല്ലൊരു രീതിയിലുള്ളതായ എന്താ പറയുന്നത് വാല്യൂഷൻ അല്ലെങ്കിൽ അവതരണമായിരുന്നു. പുസ്തകം വായിക്കാനുള്ള സാർ പറഞ്ഞതുപോലെ സാർ പറഞ്ഞ പുസ്തകം വായിക്കാനുള്ള പ്രചോദനം, അതിനുള്ളതായ പ്രേരണ ഉണ്ടായിട്ടുണ്ട്. ആ പുസ്തകം തീർച്ചയായിട്ടും വായിക്കണം. പല കാര്യങ്ങളും നമുക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. കോട്ടയം എന്ന് പറഞ്ഞാൽ അടുത്തുള്ള എൻ്റെ സിസ്റ്ററിനെ കിട്ടിച്ചിരിക്കുന്ന ഈ പായത്ത് അയ്മനത്ത് അടുത്താണ്. അപ്പോൾ എനിക്ക് അതൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന സംഭവങ്ങളാണ്. മീനച്ചിലാറും അയ്മനവും ഗോഡ് ഓഫ് സ്മോൾ തിങ്സിൽ ഉണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. പിന്നീട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബേക്കർ ജംഗ്ഷനിലാണ് ഈ സ്കൂൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് കോട്ടയത്ത്. പറയുന്നതായിട്ടുള്ള ഇതിൻ്റെ ലയൺസ് ക്ലബിൻ്റെയോ അതോ റോട്ടറി ക്ലബിൻ്റെ അതിൻ്റെ ബേസ്മെൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ബേസ്മെൻറ്റിലാണ്. അപ്പോൾ അത് വളരെ പരിമിതമായ സൗകര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് എനിക്ക് തോന്നുന്നു കളത്തപ്പടിയിലാണ് നടക്കുന്നത്. ഈ പറയുന്ന അതിൻ്റെ പേര് തന്നെ മാറ്റിയ പള്ളിക്കടം സ്കൂൾ എന്നാക്കി. പള്ളിക്കടം സ്കൂൾ ഇവിടെ ഒരുപാട് സൗകര്യമുണ്ട്. സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. അതുപോലെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ ഒരുമിച്ച് പഠിക്കുന്ന കുറച്ചുകൂടി ഒരു എന്താ പറയുന്നത് കുറച്ചുകൂടി പുരോഗമനപരമായ ചിന്താഗതികളുള്ള ആ രീതിയിൽ കുട്ടികളെ കരുതുന്നതായ സ്കൂളായിട്ടാണ് കരുതുന്നത്. പിന്നീട് ഈ ലാറി ബേക്കറിനെ കുറിച്ച് എനിക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മുഖ്യ ശിഷ്യനായ ആർക്കിടെക്ട് ശങ്കർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്. അദ്ദേഹം ഇതുപോലെ ചിലവ് കുറഞ്ഞ വീടുകൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ്. ഹാബിറ്റാറ്റ് എന്ന പേരിൽ അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സൗദി അറേബ്യയിൽ പോയി അവിടെ റിയാദിലും ജദ്ദയിലും ദമാമിലും കൊണ്ടുപോയി ക്ലാസ് എടുത്തിട്ടുണ്ട്. എൻ്റെ കാറിൽ തന്നെ ഞാൻ അദ്ദേഹത്തെ കൊണ്ടുപോയി അവിടെ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഒരുപാട് ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ ഈ ചിലവ് കുറഞ്ഞ വീടുകൾ ഉണ്ടാക്കണമെന്നുള്ള രീതിയിൽ ഞങ്ങളെ സമീപിച്ചു. പക്ഷേ അത് അധികമൊന്നും സാധിച്ചില്ല. കാരണം അദ്ദേഹത്തിന് അതിനുള്ളതായിട്ടുള്ള അധികം സംവിധാനങ്ങളില്ലാത്തതുകൊണ്ട് അധികം നടന്നില്ല. അപ്പോൾ അതും എനിക്ക് റിലേറ്റ് ചെയ്യാവുന്നതാണ്. ചിലവ് കുറഞ്ഞ വീടുകൾ ഉണ്ടാക്കുന്ന ലാറി ബേക്കറിൻ്റെ ശിഷ്യനാണ് ഈ പറഞ്ഞ ആർക്കിടെക്ട് ശങ്കർ. അദ്ദേഹം ഞങ്ങളുടെ നാട്ടുകാരനാണ്, തിരുവല്ലക്കാരനാണ്. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്യാൻ സാധിച്ചുകൊണ്ട് വളരെയധികം എനിക്ക് ഈ പറയുന്നതായ സ്നേഹലത മാഡത്തിൻ്റെ അവതരണം വളരെയധികം എനിക്ക് റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് വളരെയധികം റിലേറ്റ് ചെയ്യാൻ സാധിച്ചു. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു സാബു സാർ. താങ്ക് യു സാർ. സ്നേഹലത മാം, സാബു സാർ, താങ്ക് യു വെരി മച്ച്. മാം കഥ പറയുമ്പോൾ എനിക്ക് എൻ്റെ ഗ്രാൻഡ്മ കഥ പറഞ്ഞു തരുന്ന അതേ ഓർമ്മ. ഞാൻ അതിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. വളരെ ലളിതമായും വളരെ ടച്ചിങ് ആയി തോന്നി മാം. അതായത് ശരിക്കും നഗ്ന സത്യങ്ങളാണ്. അതായത് ഒരു ഡിവോഴ്സി ആയിട്ട് വീട്ടിൽ വന്നാൽ ഉണ്ടാവുന്ന ദുരനുഭവങ്ങൾ, ആർക്കും വിലയില്ലാത്തൊരവസ്ഥ. അത് ശരിക്കും മാം പറഞ്ഞപ്പം തന്നെ അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അവരെത്ര അനുഭവിച്ചിട്ടുണ്ടാവും എന്നുള്ള. ഞാൻ ആ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആ സമയത്ത് തന്നെ വായിച്ചു തീർത്തതാണ്. ഇതെന്തായാലും വായിക്കാനുള്ള ഒരു പ്രേരണയായി. എന്തായാലും താങ്ക് യു മാം. പിന്നെ വേറെ ഒന്ന് പറഞ്ഞു തന്നാൽ, ഞാൻ കെൽട്രോണിലായപ്പം എനിക്ക് ഓർമ്മയുണ്ട്, അവിടെ
ടീച്ചേഴ്സ് ഭാര്യമാരായിട്ടുള്ള ഭർത്താക്കന്മാർ പറയുന്നു, അയ്യോ കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അവര് വീട്ടിലും ടീച്ചറായി കളയുന്നു, ഭാര്യമാര് വീട്ടിലും ടീച്ചറായി കുട്ടിക്ക് ഒരിക്കലും ഒരു സമാധാനം കൊടുക്കൂലെന്ന്. അത് കറക്റ്റാണ്. ശരിക്ക് എന്റെ മോൻ എന്നോട് പറയാറുണ്ടായിരുന്നു, അമ്മ സാരി ഉടുക്കുന്ന അമ്മേനെ, അന്ന് സാരി എടുക്കുക, അപ്പൊ പറയും സാരി എടുക്കുന്ന അമ്മേനെ എനിക്ക് ഇഷ്ടം. ഞാൻ കൽട്രോണിലായപ്പോ സാരി എടുക്കുന്ന അമ്മേനെ ഇഷ്ടമല്ല, പിന്നെ അമ്മ മാക്സി ഇട്ടാലാണ് എനിക്ക് ഇഷ്ടം. കാരണം എന്താണെങ്കിലും മാക്സി ഇട്ടാൽ ഞാൻ വളരെ നല്ല അമ്മയായിരിക്കും. രാവിലെ പുറപ്പെടുന്ന തിരക്കിലായിരിക്കും ഇവരെ അതും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഷൗട്ട് ചെയ്യില്ല. അന്നേരം സൈക്കോളജിയിൽ വലിയ നോളജ് ഒന്നും ഇല്ലാത്ത സമയമാണ്. അത് ശരിക്കും ഞാനിപ്പോ അത് ഓർക്കാണ്. അപ്പൊ എന്താണെങ്കിലും നമ്മൾ വളരെ അവൻ പറയും എനിക്ക് മാക്സി ഇട്ടാൽ ഞാൻ വളരെ ശാന്തമായിരിക്കും, തിരക്കൊന്നും ഇല്ലാത്ത അവസരമായിരിക്കും. പക്ഷെ രാവിലെ അന്നേരം തിരക്കില് നമ്മള് ഷൗട്ട് ചെയ്യല്ലോ. അപ്പൊ പിന്നെ പഠിപ്പിക്കുന്ന ഇഷ്ടം, അമ്മ പഠിപ്പിക്കുന്നല്ല ഇഷ്ടം, അമ്മ എനിക്ക് അല്ലാണ്ട ഇഷ്ടം, പഠിക്കൽ ഞാൻ സ്കൂളിൽ നിന്ന് പഠിച്ചോളൂ എന്നറിയാം ആ സമയത്ത്. പിന്നീട് ഞാൻ സൈക്കോളജി ഒക്കെ പഠിച്ചപ്പോഴാണ് മനസ്സിലായത് ഇതാണ് ശരിക്ക് കുട്ടികൾ ശരിക്കും അമ്മേനെ അമ്മയായിട്ടാണ് കാണേണ്ടത്. ടീച്ചറായിട്ട് ആയാൽ അവർക്കത് ബുദ്ധിമുട്ടാണ്. നമ്മൾ വീട്ടിൽ ടീച്ചർ ആവുന്നേരം കുട്ടിക്ക് അത് ഓരോ കുട്ടിത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. അത് നല്ലൊരു വലിയൊരു സത്യമാണ്. താങ്ക് യു മാം, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. വിജയരാം സാർ. മാം വളരെ നന്നായിട്ട് കാര്യങ്ങൾ പറഞ്ഞു. നല്ലൊരു പ്രചോദനമായി പുസ്തകം വായിക്കാനായിട്ട്. ഞാനൊരു പരന്ന വായനയുടെ ആളായിരുന്നു പണ്ട്, പക്ഷെ ഇപ്പൊ സെലക്റ്റീവ് റീഡിംഗ് ആണ്. അത് കാരണം പരന്ന വായനയ്ക്ക് എവിടെ എത്തുന്നില്ല എന്നൊക്കെ തോന്നൽ വന്നു. ഈ സാഹിത്യത്തിൽ ഒരുപാട് കമ്പമുണ്ട്, കഥയും കവിതകളൊക്കെ എഴുതാനുള്ള ശ്രമങ്ങളൊക്കെ നടത്താറുണ്ട്. ഒരുപാട് വായിച്ചിട്ടുണ്ട്. ഇപ്പൊ സത്യം പറയുകയാണെങ്കിൽ അരുന്ധതി റോയിന്റെ ഈ ആ പ്രശസ്ത പുസ്തകം അടക്കം ഞാൻ വായിച്ചിട്ടില്ല. എന്താണ് ഇവരും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ്. മനഃശാസ്ത്രത്തിന്റെ കാര്യത്തൊക്കെ പറഞ്ഞു നേരത്തെ പറഞ്ഞാലും, എന്താണ് ഇവരും നമ്മളൊക്കെ തമ്മിലുള്ള വ്യത്യാസം? ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ യാഥാർത്ഥ്യത്തെ അതേ രീതിയിൽ കാണുന്നു, നമ്മള് പലപ്പോഴും ഫിൽട്ടർ ചെയ്തിട്ടാണ്. അതാണ് വ്യത്യാസം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഐഡന്റിക് പെർസെപ്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ MT വാസു എന്നാലും ഇവരൊക്കെ ആണെങ്കിൽ തന്നെ. പക്ഷെ ഇതൊക്കെ ഈ രീതിയിൽ നമുക്കും ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതാണെന്നൊക്കെയാണ് മനഃശാസ്ത്രം പറയുകയും ചെയ്യുന്നത്. എന്തൊക്കെയായാലും ആ ഒരു വൈകാരിക അനുഭവങ്ങളും അതുപോലെ ബന്ധങ്ങളുടെ ആഴത്തിലുള്ള അപഗ്രഥനം അതൊക്കെ വളരെ നല്ല കാര്യമാണ്. വായിക്കണം എന്ന് എനിക്ക് വളരെ ആഗ്രഹം തോന്നുന്നുണ്ട് ഈ പുസ്തകത്തിന്. എങ്കിൽ കൂടി ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകും. ചില കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട, അതിന്റെ ശേഷം ഞാൻ ഈ പരന്ന വായനയിലേക്ക് വീണ്ടും പോകുള്ളൂ. മാം വളരെ നന്നായിട്ട് റിവ്യൂ ചെയ്തു. വളരെ നല്ല കേൾക്കുന്ന ആൾക്കാർക്ക് അത് നല്ലൊരു പ്രചോദനം ഉണ്ടാക്കുന്ന രീതിയിലാണ് മാം എല്ലാം ചെയ്തത്. താങ്ക് യു വെരി മച്ച് മാം. സർ. താങ്ക് യു. ഹോമന ടീച്ചർ. താങ്ക് യു സർ. സ്നേഹലത മാമിന്റെ അവതരണം, കഥ, ചെറുകഥ പറയുമ്പോഴാണെങ്കിലും ഒത്തിരി നന്നായിട്ടാണ് മാം പറയുന്നത്. മേരി റോയിയെ സംബന്ധിച്ചിടത്തോളം ഒരു അന്യ നാട്ടുകാരൻ്റെ കൂടെ സ്നേഹിച്ച് പോയി. അങ്ങനെ പോയി അവിടെ പോയി 2 കുട്ടികളായി. 2 കുട്ടികളെയും കൊണ്ട് ഇയാള് മദ്യപാനിയാണെന്ന് മാഡം പറഞ്ഞില്ലേ, ആ ആളിന്റെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ 1 രൂപ പോലും ഇല്ലാതെ ഈ ഒരു ഊട്ടിയിൽ വന്നതും ഒക്കെ ഈ പിള്ളേരെ വളർത്താൻ വേണ്ടിയിട്ടല്ലേ. അവിടുന്ന് പിന്നെയും കോട്ടയത്ത് വന്നപ്പം ഒരു ജീവിതമാർഗം ഉണ്ടാക്കാനാണ് ആ ഒരു സ്കൂൾ തുടങ്ങിയതും ഒക്കെ. എന്ത് സ്ട്രഗിളാണത് ഒരു സിംഗിൾ പേരന്റിന്. അപ്പോഴും എന്തെങ്കിലും പെട്ടെന്ന് അവനവന്റെ പിള്ളേരെ വഴക്ക് പറയത്തുള്ളൂ. മറ്റു കുട്ടികളെയും കൂടെ അവിടെ വളർത്താനും നോക്കാനും ഒക്കെ കൊണ്ടുവന്നത് ജീവിക്കാനുള്ള ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ്. ഈ കുട്ടികളെ വളർത്താനും പഠിപ്പിക്കാനും ഒക്കെയുള്ള നിയമത്തിൽ അവരുടെ പേരിരിക്കുകയാണ്. അത്രയും സ്റ്റാൻഡേർഡും അത്രയും കഴിവുള്ള ഒരു സ്ത്രീയാണ് മേരി റോയ്. അവരെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൽ. ഈ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്ക് അരുന്ധതി റോയുടെ ഈ എന്താ പറയുക, ഈ തല്ലുകൊള്ളിത്തരം എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും അമ്മയെ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ആ സാഹചര്യം മനസ്സിലാക്കാൻ ഇത്രയും വളർന്നിട്ടും അവർക്ക് സാധിക്കുന്നില്ല. ഇവര് ഒരുപാട് പേരുടെ കൂടെ താമസിച്ച കാര്യം പറയുന്നുണ്ട്. പക്ഷെ മേരി റോയ് ആ ഒരു റോയിയുടെ കൂടെ ഒന്ന് തിരിച്ചു വന്നിട്ട്, ഈ റോയ് സാറല്ല കേട്ടോ, തിരിച്ചു വന്നിട്ട് പിന്നെ അവർ ഈ കുട്ടികളെ വളർത്തുകയും സ്കൂള് നടത്തുകയും ഒക്കെ അല്ലാതെ നല്ല കാര്യങ്ങളല്ലാതെ അവർ ചെയ്തിട്ടില്ല. പക്ഷെ അവർ ചെയ്ത മൈന്യൂട്ട് മോശം കാര്യങ്ങൾ പറഞ്ഞ് അവരെ മോശമാക്കിയിരിക്കുകയാണ് ഈ പുസ്തകത്തിൽ.
സൗകര്യങ്ങൾ കുറവാണ്. ഇപ്പോഴത്തെ സൗകര്യങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ മക്കളെ വളർത്തുന്നതിൻ്റെ ഇടയിൽ കൂടെ വീട്ടിലെ മുഴുവൻ പണിയും ചെയ്ത് സ്കൂളിലേക്ക് ഓടുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്ന് ഷൗട്ട് ചെയ്തെന്ന് വരും. വളർന്നു കഴിയുമ്പോൾ അവർക്ക് അതൊക്കെ മനസ്സിലാവണം. അപ്പോഴേ അവർക്ക് മനുഷ്യത്വം ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ. താങ്ക് യു മാം. സാബു സാറ് അവിടെ അടുത്തല്ലേ, സാബു സാറിന് കുറച്ചുകൂടെ പറയാൻ അറിയാമായിരിക്കും. ഇതില് മേരി റോയി സ്കൂളിന് സ്ഥലം കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വിശ്വകർമ്മന്റെ അടുത്ത് നിന്ന് സ്ഥലം ചോദിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് ആ വിശ്വകർമ്മന്റെ അതിരെ കൊണ്ടുപോയി പന്നിക്കൂട് ഉണ്ടാക്കി എന്നൊക്കെ ഈ പുസ്തകത്തിലുണ്ട്. അതൊന്നും അങ്ങനെയല്ല മക്കൾ അമ്മമാരെ പറ്റി ആലോചിക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. താങ്ക് യു സർ. എന്നാലും ബുക്ക് വായിച്ചതിൻ്റെതായ ഒരു ആഴം അതിൻ്റെ അകത്തുണ്ട്. എന്നാലും ബുക്ക് വായിച്ച ശേഷം നമുക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും അതിനെക്കുറിച്ച് ചിന്തിക്കാവുന്നതാണ്. റോയ് സർ. ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ലെങ്കിലും മേരി റോയിയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യമായി ഉള്ളത് പെൺകുട്ടികൾക്കും സ്വത്തിന് അവകാശം ഉണ്ട് എന്നുള്ള വിധിയാണ്. അത് വലിയ ഒരു നേട്ടമായിട്ട് കാണുന്നു. ഇവിടെ മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ഭാഗം വളരെ ഭംഗിയായി കേൾവിക്കാർക്ക് ശ്രദ്ധിച്ചിരിക്കാനുള്ള ഒരു സ്റ്റൈലിൽ തന്നെ സ്നേഹലത മാഡം പ്രസന്റ് ചെയ്യും. അപ്പോൾ ഈ അരുന്ധതി റോയിക്ക് അവളുടെ സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും എതിർപ്പുകളും എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ പുസ്തകം എഴുതിയിട്ടുള്ളത്. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ മേലാത്ത പല കാര്യങ്ങളാണ്. അത് തന്നെ നമ്മുടെ ഓവന ടീച്ചർ പറഞ്ഞതുപോലെ ആണ്. പക്ഷേ എങ്കിലും അമ്മയുടെ അമ്മയിലൂടെ കിട്ടിയ വിദ്യാഭ്യാസവും വേലക്കാരത്തിയിലൂടെ കിട്ടിയ ഭക്ഷണം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. കാരണം അതെല്ലാം ശരിക്ക് ഒരു അനുഭവത്തിലൂടെ അവർ വർണ്ണിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ ഊട്ടിയിലെ തണുപ്പ് സഹിക്കവയ്യാതെയാണ് അയ്മനത്തിലേക്ക് വന്നത് എന്ന് പറയുന്ന ആ സാഹചര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിച്ചിട്ടുണ്ട്. അത് അതേ ഒട്ടും നഷ്ടപ്പെട്ടു പോകാതെ തന്നെ അത് പ്രസന്റ് ചെയ്യുന്നതിന് സ്നേഹലത മാഡത്തിനും കഴിഞ്ഞു. പിന്നെ സ്കൂള് തുടങ്ങിയ വിവരം, അപ്പോൾ കൂടുതൽ കാഴ്ചപ്പാടിലൂടെ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയാൻ ഒരു മടിയും കാണിക്കാത്ത രീതിയിലാണ് അവരിത് എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നി. പിന്നെ വളരെ എക്കണോമിക്കലായിട്ട് കെട്ടിടങ്ങൾ പണിയുന്നതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ഈ ലാറി ബേക്കറിനെ ഞാൻ എൻ്റെ വീടും പണിതിട്ടുള്ളത് ലാറി ബേക്കറിൻ്റെ സ്റ്റൈലിൽ തന്നെയാണ്. അത് വളരെ എന്ന് പറഞ്ഞാൽ വലിയ കെട്ടിടങ്ങളും വലിയ സ്കൂളുകളൊക്കെ പണിയുമ്പോൾ വളരെ മികച്ചതാവണമെങ്കിൽ അതുപോലെ ഷോ വരണം. പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ സാമ്പത്തികം കുറഞ്ഞെങ്കിലും ഒരു പുതുമയുള്ള ബിൽഡിംഗ് ആണെന്നു ബേക്കറിൻ്റെ. അതിന് വേറൊരു അപ്രീസിയേഷൻ ആയിരുന്നു. കോമ്പറ്റീവ് അല്ല, എക്കണോമിക്കലി കോമ്പറ്റീവ് ഇതാണ്. പക്ഷെ അത് ഇഷ്ടപ്പെട്ടു. അത് അരുന്ധതി റോയ്ക്കും ഇഷ്ടപ്പെട്ടു. അത് തന്നെയല്ല, ആർക്കിടെക്ചർ പഠിക്കാനുള്ള താല്പര്യവും ഡൽഹിയിൽ ചെന്ന് അവർ കൂടുതലാവാൻ പറ്റിയതും ഒക്കെ സാഹചര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് അവർ ഇതിനകത്ത് വിവരിക്കുന്നതായി സ്നേഹലത മാഡത്തിൻ്റെ പ്രസൻറ്റേഷൻ വളരെ ഭംഗിയായി കേട്ടിരുന്ന് ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത സ്നേഹലത മാഡത്തിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു സർ. ഗോപകുമാർ സർ. then Deepa ma'am, Ramavati ma'am. ഞാൻ കുറച്ച് തിരക്കിലായി പോയി. കാരണം ഇവിടെ ഒരു പേഷ്യന്റ് വന്നു, അക്യുപ്രഷറിന് ഒഴിവാക്കാൻ പറ്റില്ല. അതിന്റെ ഇടക്ക് ഞാൻ കേട്ടു, പക്ഷെ ശരിയായില്ല. അപ്പൊ അതില് ഒന്ന് രണ്ട് കാര്യം എനിക്ക് പറയാനുള്ളത്, സാബു സാർ പറഞ്ഞല്ലോ ബ്ലഡ് റിലേഷൻ. ശരിയാണ്, ബ്ലഡ് റിലേഷൻ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അത് ആ ഒരു പതറിപ്പോവലുണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നാലും ഒരാൾക്ക്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മള് ടീച്ചർമാരായാലും ജോലിക്ക് പോകുമ്പോൾ ഉള്ള ഒരു പ്രശ്നം ഉണ്ടല്ലോ. എനിക്ക് ഒരു ഫ്രണ്ട് ഷെയർ ചെയ്ത ഒരു കാര്യമാണ്. അവരുടെ നാത്തൂന് ജോലിക്ക് പോകുമ്പോ കുറെ വീടുകളുള്ള സ്ഥലത്തെ കുറിച്ച്, സോറി ഇത് അതിനിടയ്ക്ക് വെച്ച് പറയുന്നതിൽ വിഷമം ഉണ്ടെങ്കിൽ സഹിക്കണം. ഇങ്ങനെ പോകുമ്പോ രാവിലെ ഈ പണ്ടത്തെ കുടയില്ലേ, മടക്കി വലിയ കുട, അതിങ്ങനെ മൂലക്ക് വെക്കാറുണ്ട്. അപ്പൊ ഒരു അമ്മാവൻ ഒരു വീട്ടില് ഇവര് പോകുമ്പോ, മോളെ അവിടെ നിന്ന് അമ്മാവനൊന്ന് പോയേ, എനിക്ക് തിരക്കാണ്, ജോലിക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് തിരക്കിട്ട് പോകുമ്പോ മോളെ അവിടെ നിന്ന് പറഞ്ഞ് കരച്ചിട്ട് വീണ്ടും ഒന്നിച്ച് ഓടിയിട്ട് പറയാണ്, മോളെ
നിന്റെ കഷത്ത് വെച്ചിരിക്കുന്നത് ചൂല മോളെ. അപ്പൊ അത്രയും തിരക്കില് ജോലിക്ക് പോകുമ്പോ ഈ ചൂല് ചെറുതായിട്ട് ഇങ്ങനെ കൊട പോലെ ഉണ്ടാവില്ലേ മൂലക്ക് വെച്ചിട്ട്, അപ്പൊ രണ്ടും ഒരേ സ്ഥലത്തായിരുന്നു. അപ്പൊ ഇവര് അറിയാതെ ഈ കൊടാന്ന് വിചാരിച്ചിട്ട് നോക്കുന്നൊന്നുമില്ലല്ലോ, കൊട എടുത്തില്ലേന്ന് പറഞ്ഞ് കൊട ഇങ്ങനെ ചുമല് വെച്ച് ഇങ്ങനെ തോളത്ത് വെച്ച് അടിയിൽ വെച്ച് പോവാ കഷത്തിന്റെ അടിയിൽ. അപ്പൊ അയ്യോ മാമ സോറി, ഞാൻ എന്താ ചെയ്യാ, ഇത് അവിടെ താഴെ ഇട്ടിട്ട് അമ്മാമ ഒന്ന് ഇതിവിടെ വെച്ച് ഞാൻ പോയിക്കോളാം, ബസ് കിട്ടൂല എന്നിട്ട് ഓടിപ്പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും പിന്നെ ഞാൻ കേട്ടു വളയത് കേട്ടിട്ട് ഞാൻ എന്താ പറയണ്ടേ, സ്നേഹലത മാമിന്റെ ആദ്യത്തെ കഥ ഇത് ബുക്കിന്റെ പറ്റിയിട്ടുള്ളതെല്ലാം ഞാൻ വളരെ ശ്രദ്ധയോടുകൂടി തുടങ്ങിയതാണ്. അവര് വന്നിട്ടാകുമ്പോ എനിക്ക് എന്തായാലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു. ഹരി എന്തെങ്കിലും പറയുന്നോ? ദീപമ്മ കൂടെ പറയും. നമസ്കാരം സർ, എല്ലാവർക്കും. സ്നേഹലത മാഡത്തിന്റെ അവതരണം വളരെ നന്നായിരുന്നു. എനിക്ക് അരുന്ധതി റോയിയുടെ പുസ്തകം വായിക്കാനുള്ള എല്ലാ പ്രചോദനങ്ങളും ഇതിൽ നിന്ന് കിട്ടി. ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഇനി ആരുള്ള ഹരിയും കൂടെ ഉണ്ട്. ഇനി ഓക്കെ, സ്നേഹലത മാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ, ബുക്ക് വായിച്ചിട്ട് മാമിന് എന്ത് ഫീൽ ചെയ്തു. നമുക്ക് അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്, അത് നമുക്ക് അടുത്ത ആഴ്ച നോക്കാം. സാറേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ സാറേ. അതായത് ഈ ബുക്ക് അമ്മയെ പറ്റി, അമ്മേനെ വളരെ നല്ലാക്കിയിട്ടൊക്കെ പറഞ്ഞായിരുന്നെങ്കിൽ ഇത്ര റേറ്റിംഗ് കിട്ടൂല. അതായത് ഈ എഴുത്തുകാരൊക്കെ ഇങ്ങനെയാണെങ്കിൽ സാധാരണ ആൾക്കാരെ വരില്ല. അപ്പൊ മാധവിക്കുട്ടി കണ്ടില്ലേ, ഇങ്ങനെ എഴുതിയോണ്ടാണ് നമ്മൾ അവരെ ബുക്ക് വായിക്കുന്നത്. അതും കൂടി ഒരു സൈക്കോളജിക്കൽ അതും കൂടി ഉണ്ടാവണം. അമ്മയെ ഇഷ്ടം അല്ലായിട്ടായിരിക്കില്ല, ഇതൊരു ബുക്കിന്റെ റേറ്റിംഗ് കൂടി നോക്കിയിട്ടായിരിക്കും. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കി, ഈ എഴുത്തുകാരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ മനസ്സിലത് ആ മുറിവ് അങ്ങനെ തന്നെ കിടക്കും. സാധാരണ ആൾക്കാർ നമ്മൾ അങ്ങ് മറന്നു, ഇവർക്ക് ആ മുറിവെല്ലാം പച്ചയിൽ ഇങ്ങനെ കിടക്കും. ആ ചെറുപ്പത്തിൽ അനുഭവിച്ചൊക്കെ അതായിരിക്കണം അവരെ എഴുത്തുകാരി ആക്കിയതും. അതൊക്കെ അതുപോലെ ഓർമ്മ ഉണ്ടായിട്ടല്ലേ ഓരോന്നൊന്നും വിടാതെ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി ബുക്കിലൂടെ നമ്മളിലേക്ക് എത്തിച്ചത്. ഓക്കെ സാർ. സ്നേഹലത മാം കൂടെ. അരുന്ധതി റോയ് ഒരുപാട് അനുഭവിച്ച കഷ്ടപ്പാടുകൾ ബാല്യത്തിൽ, എനിക്ക് ബാല്യമേ ഇല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പൊ എനിക്ക് തോന്നി, അയ്യോ എനിക്ക് എത്ര നല്ലൊരു ബാല്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അത്രയും അധികം കഷ്ടപ്പാടുകൾ ആ ഒരു സിംഗിൾ പേരന്റ് ആകുമ്പോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകള്. പിന്നെ അച്ഛനെ മീറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട് ഇനി വരുന്ന ചാപ്റ്ററുകളിൽ. അപ്പൊ ഇങ്ങനെ ഉള്ള നമ്മള് എടുത്തു ചാടി ഓരോന്നിലും ചെന്ന് വീഴുകയാണ് അരുന്ധതി റോയ്. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കയറാൻ പറ്റാത്ത തരത്തില് ആയിപ്പോവും. പക്ഷെ അതെല്ലാം ഫൈറ്റ് ചെയ്ത് വീണ്ടും വേറെ ഒരു തലത്തിലേക്ക് പോകും. അവസാനം ഈ റൈറ്റിങ്ങിൽ കൂടെ ഇതിൽ നിന്നെല്ലാം ഏറ്റവും ടോപ്പിലെത്തി. ഒരുപാട് ഓരോ അധ്യായത്തിൽ നിന്നും ഓരോന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഒന്ന് വായിച്ചാൽ തന്നെ അതെല്ലാം ഓരോ പൂർണ്ണതയിൽ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. ഞാനിത് ബാക്കിയും കൂടെ കുറച്ചും കൂടെ പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അടുത്ത ആഴ്ച സാർ സമയം തന്നെ പറയും. തീർച്ചയായും. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബുക്കുകൾ വാങ്ങി വായിക്കാനുള്ള ഒരു വലിയ പ്രചോദനം തന്നെയാണ് സ്നേഹലത മാമിലൂടെ കിട്ടുന്നത്. വെറും അല്ലേ, നമ്മളുടെ യഥാർത്ഥ മനുഷ്യൻ്റെ തലങ്ങളിലേക്ക് അതിനകത്ത് ഈ പറയുന്നതുണ്ട്, നമ്മൾക്ക് ആരാണോ കൂടുതൽ കേന്ദ്രീകൃതമായി കഥ വരുന്നത് അവിടെയാണത് ചെയ്യുന്നത്. അത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം കൂടിയാണത്. ഇന്നലെ നമ്മൾ കവിതയെക്കുറിച്ച് കേട്ടപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ആയില്ലേ, അത് ഓരോരുത്തർക്കും ഓരോ പെർസ്പെക്റ്റീവിലാണ്. എഴുത്തുകാരനൊരു പെർസ്പെക്റ്റീവാണ്, കേൾക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം അനുസരിച്ച് ഒരു പെർസ്പെക്റ്റീവ് മാറി വരും. അപ്പോൾ അതിൽ പല രീതികളും കാണാം. ഇപ്പോൾ ഏതാണെങ്കിലും ബുക്ക് വായിക്കുക, നമുക്ക് നമ്മുടേതായ രീതിയിൽ അതിനെ സ്വീകരിക്കാൻ സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതാണ് യഥാർത്ഥത്തിലുള്ള കലയുടെ ആ ജനനം, അല്ലെങ്കിൽ ആ എഴുത്തിൻ്റെ ശക്തി എന്നൊക്കെ നമ്മൾ പറയുന്നു. സോ താങ്ക് യു സ്നേഹലത മാം, വളരെ സന്തോഷം. അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് അതിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ നമുക്ക് കേൾക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ ബുക്ക് വാങ്ങി വായിക്കുകയും ചെയ്യും. താങ്ക് യു. നാളെ നമുക്ക് മൈൻഡ്ഫുൾനെസ്സിൻ്റെ ക്ലാസ് ആയിരിക്കും, ഹോളിസ്റ്റിക് മൈൻഡ്ഫുൾനെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ?